നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലിരാമൻ കഥയാണ്. വിദേശിയായ ഒരു മഹാപണ്ഡിതൻ വിജയനഗരത്തിൽ വന്നു. അദ്ദേഹം ഭാരതമൊട്ടുക്ക് ചുറ്റി സഞ്ചരിക്കുക പതിവായിരുന്നു. ഓരോരോ രാജ്യത്തിൽ ചെല്ലുക, അവിടുത്തെ പണ്ഡിതന്മാരെ പാണ്ഡിത്യ മത്സരത്തിന് വെല്ലുവിളിക്കുക, അവരെ തോൽപ്പിച്ച് തൻ്റെ കേമത്വം തെളിയിക്കുക. അതൊക്കെ ആ മഹാപണ്ഡിതൻ്റെ പ്രത്യേകതകളാണ്. ആ അഹങ്കാരി കൃഷ്ണദേവരായരെ ചെന്നു കണ്ടു. രാജാവേ, അവിടുത്തെ രാജ്യത്തിലെ പണ്ഡിതന്മാരെ ഞാനിതാ വെല്ലുവിളിക്കുന്നു. ഞാൻ തോറ്റാൽ എനിക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാം. ഞാൻ ജയിച്ചാൽ അവർ എന്നെ ഗുരുവായി അംഗീകരിക്കണം. എന്താ, എൻ്റെ വെല്ലുവിളി സ്വീകരിക്കുന്നുണ്ടോ? അദ്ദേഹം ആരാഞ്ഞു. ആ സമയം ആസ്ഥാന പണ്ഡിതന്മാരെല്ലാം അവിടെ ഹാജരുണ്ടായിരുന്നു. അവർ ഈ വിദേശിയുടെ പാണ്ഡിത്യത്തെക്കുറിച്ച് കേട്ടിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിസാരന്മാരാണ്. ആ ബോധമാണ് അവർക്ക്. അവരിൽ ആരും വെല്ലുവിളി സ്വീകരിച്ചില്ല. ചക്രവർത്തി വല്ലാതെയായി. വിജയനഗരത്തിന് തന്നെ കുറച്ചിലാകുമല്ലോ എന്നുള്ള ചിന്തയിൽ ചക്രവർത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. വല്ല വിധത്തിലും മത്സരം നടത്തണം. അതെങ്ങനെ? ഒരു വഴിയും കണ്ടില്ല. നമുക്ക് നാളെ മത്സരം നടത്താം, ചക്രവർത്തി രണ്ടും കൽപ്പിച്ചു പറഞ്ഞു. അദ്ദേഹം വിദേശത്തിലെ പണ്ഡിതന് ഒരു പാർപ്പിടം ശരിപ്പെടുത്തി കൊടുത്തു. പണ്ഡിതൻ വിടവാങ്ങി പാർപ്പിടത്തിലേക്ക് പോയി. ചക്രവർത്തി തൻ്റെ ആസ്ഥാന വിദ്വാൻമാരെ രൂക്ഷമായി നോക്കി. നിങ്ങൾ പണ്ഡിതന്മാരാണ് പോലും, ഒരു പരദേശിയെ നേരിടാൻ ധൈര്യമില്ല. ഞാൻ നിങ്ങളുടെ സാമർഥ്യം മനസ്സിലാക്കി, അദ്ദേഹം അരിശത്തോടെ പറഞ്ഞു. പണ്ഡിതന്മാർ ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു. എന്നാൽ തെനാലിരാമൻ മുന്നോട്ട് കടന്നു വന്നു. തിരുമേനി, ഇവർക്ക് സാധിക്കാത്ത കാര്യം ഞാൻ ചെയ്യാം. ഞാൻ വിദേശിയോട് മത്സരിക്കാം, അയാളെ തോൽപ്പിക്കുകയും ചെയ്യാം. തെനാലിരാമൻ ധൈര്യത്തോടെ ചക്രവർത്തിയോട് പറഞ്ഞു. വല്ല വിധവും തൻ്റെ രാജ്യത്തിന് അപകീർത്തി ഉണ്ടാകാതിരുന്നാൽ മതി. അതായിരുന്നു ചക്രവർത്തിയുടെ നിലപാട്. അദ്ദേഹം തെനാലിരാമൻ മത്സരിക്കാൻ സമ്മതം നൽകി. തെനാലിരാമൻ ആസ്ഥാന വിദ്വാൻമാർക്ക് വിശദമായ ചില നിർദ്ദേശങ്ങൾ നൽകി. ഒരു ചെറിയ പിഴ വന്നുപോയാൽ തകരാറാവുമെന്നും പറഞ്ഞു. തങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാമെന്ന് ആ പണ്ഡിതന്മാർ ഏറ്റു. അടുത്ത ദിവസം നിശ്ചയിച്ച സമയത്തിന് മുമ്പ് വിദേശി വന്നെത്തി. വൻപിച്ച സദസ്സ് നിറഞ്ഞിരിക്കുന്നു. അതാ ഒരു ഘോഷയാത്ര ആസ്ഥാന മണ്ഡപത്തിലേക്ക് വരുന്നു. ഏറ്റവും മുമ്പിൽ വിജയനഗരത്തിലെ പണ്ഡിതന്മാരാണ്. അവർ ആചാരത്തോട് ബഹുമാനത്തോടെ ഒരാളെ നയിച്ചുകൊണ്ടുവരികയാണ്. ആ